ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇവിടെ ആയിരിക്കാനായിട്ട് എന്നെ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ഒത്തിരിയേറെ നന്ദി പറയുന്നു. എൻ്റെ പേര് റോബിൻ. ഞാൻ ആലപ്പുഴ ജില്ലയിലെ മാന്നാർ എന്ന സ്ഥലത്തുനിന്ന് വരുന്നു. കാരിച്ചാൽ തിരുക്കുടുംബ ദേവാലയംഗമാണ്. ഇവിടെ ആയിരിക്കുമ്പോൾ ഒത്തിരിയേറെ നന്ദിയുണ്ട്. ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് 2019 കുഞ്ഞിനെ ഡെലിവറി ആയിട്ട് വണ്ടാനത്ത് ചെന്നപ്പോഴാണ് ആദ്യമായിട്ട് അറിയുന്നത്. അതിനുശേഷം 2021 കൊറോണ സംബന്ധമായ വാക്സിനേഷന് വേണ്ടി ചേർത്തലയെ വർക്ക് ചെയ്യുമ്പം ഇതുവഴി പാസ് ചെയ്തപ്പം ജസ്റ്റ് ഇവിടെ വന്നിട്ട് പരിശുദ്ധ അമ്മയുടെ കൂടെ ഇന്നുണ്ട് ഒരു സെൽഫി എടുത്തിട്ടാണ് വീട്ടിലോട്ട് പോയത്. ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരുമെന്നൊരു പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. അതിനുശേഷം ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നത് 2023 നവംബർ 19 മോൻ്റെ സംബന്ധമായ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വന്നത്. എൻ്റെ ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയും. ഒരിക്കലും ഇന്ത്യ വിട്ട് പുറത്ത് പോകുമെന്നുള്ളൊരു ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മ തന്നെ, ഞാൻ അമ്മയോട് പറഞ്ഞു, ഒരു കൃപാസനം പേപ്പർ കിട്ടിയപ്പോൾ അമ്മേ ഇതിൽ അയർലൻഡ് എന്നുള്ളൊരു പേരുണ്ടെങ്കിൽ ഞാൻ അവിടെ അമ്മ എന്നെ അവിടെ എത്തിച്ചിരിക്കുമെന്ന് ഞാനിങ്ങനെ ഓർത്തു. അത് തുറന്നു നോക്കിയപ്പോൾ അയർലൻഡെന്ന് കണ്ടു. അതിനുശേഷം പ്രോസസ്സിങ് എല്ലാം പെട്ടെന്നായിരുന്നു. ഞാൻ അയർലൻഡിലേക്ക് പോയി. അവിടെ ചെന്നതിന് ശേഷമാണെങ്കിലും പരിശുദ്ധ അമ്മയുടെ വലിയൊരു അനുഗ്രഹം ഉണ്ടായിരുന്നു. നാടും വീടും ഒക്കെ വിട്ടു പോകുമ്പോൾ എല്ലാവരും പറയുമായിരുന്നു വിശുദ്ധ കുർബാനയും പ്രാർത്ഥനയും എല്ലാം മുടങ്ങിപ്പോകുമെന്ന്. പക്ഷെ അവിടെ നിന്ന് ചെന്നതിന് ശേഷം പരിശുദ്ധ അമ്മയുടെ ഭയങ്കര ഒരു സാന്നിധ്യം എനിക്ക് അനുഭവപ്പെട്ടു. എൻ്റെ തിരിയിലാണെങ്കിലും അമ്മ പ്രത്യക്ഷപ്പെടുകയും ആ തിരിയുടെ അകത്ത് തിരുഹൃദയം പ്രത്യക്ഷപ്പെടുകയും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുകയും ചെയ്തു. ഞാൻ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം നല്ല സുഗന്ധമായിരുന്നു. അതിനേക്കാൾ ഉപരി ഈ പ്രാവശ്യത്തെ ജപമാല റാലിക്ക് അയർലൻഡിൽ നോക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ്. അവിടെ എനിക്കായിരിക്കുവാനും ജപമാലയൊക്കെ ലീഡ് ചെയ്യാനൊക്കെ ഉള്ളൊരു അനുഗ്രഹം അമ്മ തന്നു. ഇത്രയേറെ അനുഗ്രഹം അമ്മ എനിക്ക് തന്നു. അതുപോലെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീടിനടുത്തൊരു സ്റ്റാറുണ്ട്. ഞാൻ സ്റ്റാറിൽ നോക്കുമ്പം തറയിൽ ഇങ്ങനെ 4 എന്നുള്ളൊരു ഡേറ്റ് കാണുമായിരുന്നു. അന്നേരം എൻ്റെ ഹസ്ബൻഡിനോട് പറയുമായിരുന്നു മിക്കവാറും 4-ാം തീയതി ആയിരിക്കും ഞാൻ അയർലൻഡിന് പോകുന്നതെന്ന് പറയും. എന്നെ കളിയാക്കുമായിരുന്നു. അതിനുശേഷം ഒരു ദിവസം ഞാൻ ഞങ്ങളുടെ വീടിനടുത്ത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഒരമ്മച്ചി വന്നിട്ട് എന്നോട് ചോദിച്ചു, പപ്പടം വേണമെന്ന് ചോദിച്ചു. അന്നേരം ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ ഏറ്റുമാനൂർ പോവാണ്, എനിക്കിപ്പം പപ്പടം വേണ്ട, എന്നാലും ചേച്ചി പറഞ്ഞല്ലേ ഒരു പപ്പടം ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പപ്പടം എടുത്തുകൊണ്ടിരുന്നപ്പം ചേച്ചി വെച്ച്, മോളെ കൊന്ത ചെല്ലുവാണോ, ദൈവം മോളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. അന്ന് ആ ചേച്ചി പോയ സമയത്ത് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ആ ചേച്ചിയെ കാണാനില്ല. എനിക്ക് ഭയങ്കര അത്ഭുതമായി. കാര്യം ആ ചേച്ചി ധരിച്ചിരുന്നൊരു നീല സാരിയിൽ ഗോൾഡൻ ഡോട്ടായിരുന്നു. അന്നാണ് എന്നെ ഏജൻസി വിളിച്ച് പറഞ്ഞ് എൻ്റെ വിസ വന്നെന്ന്. ഞാൻ വിസ കിട്ടി, ഞാൻ തുറന്നു നോക്കിയപ്പോൾ അതിൽ 4 എന്നുള്ള ഡേറ്റിലാണ് എനിക്ക് വിസ അടിച്ചിരിക്കുന്നത്. പരിശുദ്ധമ്മയ്ക്ക് ഒത്തിരി നന്ദി പറഞ്ഞു ഞാൻ. അതുപോലെ അയർലൻഡിലായിരിക്കുമ്പോൾ ഞാനിങ്ങനെ മാധവനോട് പറയും, മാധവേ എനിക്ക് അമ്മയുടെ ഒരു പ്രസൻസ് തരുമോ എന്ന് പറയുമ്പോൾ ഞാൻ മിക്കവാറും മഴവിൽ കാണാറുണ്ട്, ചെറിയ മഴവിൽ. അത് വലുതായിട്ട് വന്ന് അങ്ങനെ ഒത്തിരി ഞാൻ കണ്ടിട്ടുണ്ട്. അത് അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും തിരുക്കുമാരനും ഒത്തിരിയേറെ നന്ദി പറയുന്നു. അതുപോലെ പ്രേക്ഷിത പ്രവൃത്തി എന്ന് പറയുന്നത്, ഞാൻ നാട്ടിലായിരിക്കുമ്പോഴും അയർലൻഡിൽ പോയപ്പോഴെല്ലാം പത്രം മേടിച്ചിട്ട് ഞാൻ അവിടെയുള്ള പള്ളികളിലും കൂട്ടുകാർക്കും ഒക്കെ കൊടുക്കുമായിരുന്നു. അതുപോലെ അച്ഛൻ്റെ സ്റ്റാറ്റസൊക്കെ, അച്ഛൻ്റെ ഡെയിലി ബ്രെഡൊക്കെ ഞാൻ സ്റ്റാറ്റസ് ആക്കുകയും കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഐറിഷുകാരോട് ഞാൻ ഈശോയെക്കുറിച്ച് പറയുമായിരുന്നു, പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയും, ലോക്കറ്റൊക്കെ കൊടുക്കുമായിരുന്നു. വലിയ ഒരമ്മച്ചി വയ്യായിരുന്നു, അമ്മച്ചിക്ക് എണ്ണിക്കാൻ വയ്യായിരുന്നു. ഇങ്ങനെ മാധവനെക്കുറിച്ച് പറഞ്ഞ ശേഷം ലോക്കറ്റ് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു എണ്ണിക്കാൻ പറഞ്ഞപ്പം ആ അമ്മച്ചി എണ്ണിറ്റു. ആ വീട്ടുകാർക്കെല്ലാം ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ കൃപാസനമാനെക്കുറിച്ച് ഞാൻ പത്രം അവർക്കെല്ലാം കൊടുക്കുകയൊക്കെ ചെയ്തു. അതുപോലെ കാരുണ്യപ്രവൃത്തി എന്ന് പറയുമ്പം എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ആരെങ്കിലും എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊക്കെ ചെയ്യുമായിരുന്നു. നാട്ടിൽ ഞാൻ വന്നത് ജനുവരി 10-ാം തീയതിയാണ്. ഞാൻ എയർപോർട്ടിൽ നടന്ന് വരുന്ന വഴിക്ക് ഞാൻ ഇവിടെ കുടുംബമായിട്ട് കയറി മാധവനെ കണ്ടിട്ടാണ് വീട്ടിലോട്ട് പോയത്. 11-ാം തീയതി മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. അവളെയും കൊണ്ട് ചങ്ങനാശ്ശേരിക്കടുത്ത് ഒരു കുഞ്ഞുങ്ങളുടെ ഒരു സ്ഥലത്ത്, കയ്യും കാലും ഒന്നും ഇല്ലാത്ത കുഞ്ഞുങ്ങളുടെ സ്ഥലത്ത് പോയി കേക്ക് കട്ട് ചെയ്യുകയും അവരോട് സന്തോഷമായിട്ടിരിക്കുകയും ചെയ്തു. അമ്മയുടെ പ്രത്യക്ഷം സാക്ഷിയായിട്ട് എന്നും ആയിരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അമ്മയുടെ സാന്നിധ്യത്താൽ അമ്മ എന്നെ നടത്തിയ നിമിഷങ്ങളെ ഓർത്ത് നന്ദി വരുന്നു. ഇവിടുത്തെ എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രാർത്ഥിച്ചാൽ ഒരിക്കലും ഉപേക്ഷിക്കാത്ത
ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നുള്ളൊരു വലിയൊരു സന്തോഷമാണ് ഞാനിവിടെ ഇന്നിവിടെ ആയിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. മാതാവിനെ എനിക്ക് എൻ്റെ കയ്യിൽ ഏറ്റുവാങ്ങാൻ പറ്റി. എൻ്റെ കയ്യിൽ 3 കിട്ടിയത് 111. അന്നേരം ഞാനിങ്ങനെ പറഞ്ഞു, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് 3 പേര് ഒന്നാണല്ലോ, അന്നേരം അമ്മയെ എനിക്ക് കിട്ടുമായിരിക്കും എന്ന് ചുമ്മാ മനസ്സ് വിചാരിച്ചുള്ളൂ. ശരിക്കും അമ്മയെ എനിക്ക് കിട്ടി. അമ്മയുടെ സ്നേഹവും സാന്നിധ്യം എന്നും നമ്മുടെ എല്ലാവരുടെയും കൂടെ ഉണ്ട്. അമ്മ ഒറ്റൊരാഗ്രഹം മാത്രമേ, എൻ്റെ കുടുംബം മൊത്തം എന്നും ഈശോയുടെ സാക്ഷ്യം, സുവിശേഷത്തിൻ്റെ സാക്ഷ്യം, പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷണത്തിൻ്റെ സാക്ഷ്യമായി തീരാനായിട്ട് ആഗ്രഹിക്കുന്നു. അമ്മ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി ആവേ മരിയ. ദൈവത്തിന് ഒത്തിരി നന്ദി. 107 സങ്കീർത്തനം 23-24 തിരുവചനങ്ങൾ. ചിലർ സമുദ്രവ്യാപാരം ചെയ്യാൻ കപ്പലുകളിൽ പുറപ്പെട്ടു. അവർ കർത്താവിൻ്റെ പ്രവൃത്തികൾ ആഴിയിൽ അവിടുന്ന് പ്രവർത്തിച്ച അത്ഭുതങ്ങൾ കണ്ടു. നമ്മുടെ ജീവിതത്തിലുടനീളം ഉടമ്പടിയെടുക്കുമ്പോൾ നമ്മുടെ ജീവിതം ഒരു അത്ഭുതമായി നാം തന്നെ നോക്കിക്കാണുന്നത് പല സാക്ഷ്യങ്ങളിലൂടെ, ഒട്ടുമിക്കവാറും എല്ലാ സാക്ഷ്യങ്ങളിലും നാം കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് ജീവിതം ഒരു അത്ഭുതമായി പരിശുദ്ധ അമ്മ നമ്മുടെ അടുത്തേക്ക് സഞ്ചരിച്ചുകൊണ്ട് നമ്മുടെ കൂടെ നടക്കുന്ന ഒരു വലിയ ജീവിത സാക്ഷാത്കാരമായിട്ടാണ് നാം ഓരോ സാക്ഷ്യവും കേൾക്കുന്നത്. ലൊബീന എന്ന ഈ മകൾ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഒട്ടും തന്നെ സ്വപ്നം കാണാൻ പോലും സാധിക്കാതിരുന്ന ഒരു വലിയ ദേശത്തേക്ക്, അയർലൻഡ് എന്ന ഒരു ക്രിസ്ത്യൻ കൺട്രിയിലേക്കാണ് ഈ മകൾ ഇന്ന് ജോലിക്കായി പോകുന്നത്. വിസ കിട്ടുമോ എന്നുള്ള ഒരു വലിയ ആശങ്കയിൽ വളരെ സങ്കടത്തിലെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ മകൾക്ക് തന്നെ 4 എന്ന ഒരു ഡേറ്റ്, ഒരക്കം കാണിച്ചു കൊടുത്തുകൊണ്ടാണ് അമ്മ ഒരു അഷുറൻസ് കൊടുത്തത്. നിൻ്റെ കൂടെ ഞാനുണ്ട്, ഞാനാണ് നിനക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുന്നത്. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മേൻ്റെ അടുത്ത് വരില്ലല്ലോ, എനിക്ക് അങ്ങനെയുള്ള സ്നേഹലാളനം ഉണ്ടാകില്ലല്ലോ, എനിക്ക് അങ്ങനെ ഒരു വാത്സല്യത്തിന് ഇടയില്ലല്ലോ എന്നെല്ലാം ചിന്തിച്ചപ്പോൾ ലൊബീനയ്ക്ക് ലഭിച്ചത് ഒരു പപ്പടം വിൽക്കുന്ന ഒരു സ്ത്രീ നീല സാരിയൊക്കെ ഉടുത്ത് വന്ന് ഒരു അനുഗ്രഹം നൽകിക്കൊണ്ടാണ് അമ്മ അവിടെ നിന്ന് പെട്ടെന്ന് മാഞ്ഞുപോയതെന്ന് ലൊബീന കണ്ടെടുത്തു, വായിച്ചെടുത്തു. പരിശുദ്ധ അമ്മയും ഈശോയും നമ്മുടെ അടുത്ത് വരുന്നത് ഈശോ ചോദിക്കുന്ന ആ ഒരു ചോദ്യത്തിൽ തന്നെയാണ്, എനിക്ക് വിശക്കുന്നു, ദാഹിക്കുന്നു, എന്നിൽ നിന്ന് കുടിക്കുവിനെന്ന് പറഞ്ഞവൻ തന്നെ എനിക്ക് ദാഹിക്കുന്നുവെന്ന് കുരിശിൽ കിടന്ന് നമ്മോട് വാവിട്ട് കരയുന്നത് നമുക്ക് കാണാം. ഈശോയുടെ ദാഹം മാറ്റാനും ഈശോയുടെ വിശപ്പ് മാറ്റുവാനും ഈശോയുടെ നഗ്നത മാറ്റുവാനും എല്ലാം നാം ഉടമ്പടിയെടുത്ത് പ്രയത്നിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് വളരെ വിശ്വസ്തരായിരിക്കാം. വിശ്വസ്തയോടെ ഉടമ്പടി നിബന്ധനകൾ പാലിക്കുന്നവർക്കെല്ലാം തന്നെ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ നമ്മുടെ എല്ലാ ജീവിത ഭാരങ്ങളും മാറ്റി അവിടുത്തെ സാമീപ്യം നൽകി ഈശോയുടെ ആ സ്നേഹം നമുക്ക് ഉറപ്പായി നൽകി നമുക്ക് ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കുമെന്ന് ലോബീന ഉറച്ചു പറയുകയാണ്. ഉടമ്പടി എടുത്തപ്പോൾ ഈ മകൾക്കുണ്ടായിരുന്നൊരു വലിയ സങ്കടം കൂടി പരിശുദ്ധ അമ്മയെ അറിയിച്ചു. ഞാൻ ഏത് നാട്ടിൽ പോയാലും എനിക്ക് വിശുദ്ധ കുർബാന വളരെ അത്യാവശ്യമാണ്, വിശുദ്ധ കുർബാനയില്ലാതെ തനിക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല എന്നൊരു വലിയ സങ്കടം കൂടി പരിശുദ്ധ അമ്മയെ അറിയിക്കുമ്പോൾ ഈശോ തന്നെ വലിയ അനുഗ്രഹത്താൽ, അഭിഷേകത്താൽ ഈ മകളെ വിശുദ്ധ കുർബാനയ്ക്കും കുമ്പസാരത്തിനുമൊക്കെയായി മകളെ അനുഗ്രഹിക്കുന്നതായി നമുക്ക് കാണാം. നമ്മുടെ ഉടമ്പടി പ്രാർത്ഥനയിലൂടെ നമ്മുടെ പ്രയോറിറ്റി എന്താണോ അതനുസരിച്ചായിരിക്കും നമുക്ക് ലഭിക്കാനുള്ള അനുഗ്രഹങ്ങളുടെ വലിയ വലിപ്പങ്ങൾ. നമുക്ക് ഈശോയോടും പരിശുദ്ധ അമ്മയോടും എപ്പോഴും വിശ്വസ്തരായിരിക്കാം, ഉടമ്പടിയിൽ വിശ്വസ്തരായിരിക്കാം. നാം ആരെ കാണുമ്പോഴായാലും അതെല്ലാം ഈശോയെ കാണുന്ന കണ്ണുകളിലൂടെ നമുക്ക് നോക്കാനായി പരിശ്രമിക്കുകയും ചെയ്യാം. ഉടമ്പടി നന്നായി ജീവിക്കാം. നമുക്ക് ലൊബീനയ്ക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും, അതുപോലെ തന്നെ വിസ പ്രോസസ്സിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഇവിടെ ഇരുന്ന് വളരെ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്കും യുവാക്കൾക്കും വേണ്ടി ഈ സാക്ഷ്യം അവരുടെ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.